മംഗലാപുരം മുതൽ മദ്രാസ് വരെയുള്ള എല്ലാ കോളേജുകളും ആ യൂണിവേഴ്സിറ്റിന്റെ കീഴിലാണ്. അത് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയത്തിലേക്ക് ഏത് രീതിയിൽ കോളേജ് വിട്ട് വന്നപാട് എന്റെ ഉപ്പ ടിമ്പറിന്റെ ബിസിനസ് ആയിരുന്നല്ല. അപ്പൊ ഇന്നിപ്പോ അതിൽ മാറ്റം വന്നു. ഇന്ന് ചെറിയ കുട്ടിയൊക്കെ നല്ല നോളേജ് ഉണ്ട്. നമ്മളിപ്പോ ഇന്ന് ഒന്നും അറിഞ്ഞൂടാതാണ്, ഇപ്പൊ അതിന് അറിഞ്ഞൂടാതാണ് നമ്മളെല്ലാം മതി. എന്താണ് ഇപ്പോഴത്തെ യുവതലമുറ പ്രത്യേകം ഒന്നും ചെയ്തൊന്നുമില്ല. പക്ഷെ മിതമായിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. എല്ലാ ഭക്ഷണവും കഴിക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്? എന്താണ് ഈ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ? ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് ഏറെ തിളങ്ങി നിന്നിരുന്ന ഇരിക്കൂറിലെ കീത്തടത്ത് ഹുസൈൻ ഹാജി എന്ന അവരുടെ കൂടെ വിശേഷങ്ങളും മറ്റുമാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഏതായാലും അദ്ദേഹത്തെ നമ്മൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മള് യൂട്യൂബ് ചാനലിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ എത്ര വയസ്സായി? വയസ്സ് കൃത്യമായിട്ട് എഴുതി വെച്ചതായിട്ട് എനിക്കറിയില്ല. എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റില് 1/7/38 1938 ജന്മം. ഞാന് ഇരിക്കൂറെ ഒരു പൗരപ്രമുഖരായ കിണാക്കൂർ കാതറാജി എന്നുള്ള മകനായി 1930 ജനിച്ചതാണ്. എന്റെ ഉമ്മ അദിജ എന്ന പേര്. ഞങ്ങൾ 7 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ആണ് ഉണ്ടായിരുന്നത്. ഞാൻ 1938 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്താണ്. ആ സമയത്താണ് നിങ്ങൾ ജനിക്കുന്നത്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഒരു ജീപ്പ് വാങ്ങിയത്. സെക്കൻഡ് വേൾഡ് വാർ ഡിസ്പോസൽ ആക്കിയ ജീപ്പ്. ആ ജീപ്പ് ഇപ്പൊ ഉണ്ട്. ഇപ്പോഴും KSC 332 പറഞ്ഞിട്ട് ആ ജീപ്പ് ഇപ്പൊ നമ്മൾക്കുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര ആ സമയത്ത് ഉണ്ടായ എന്തെങ്കിലും ഓർമ്മകൾ? ഓർമ്മയുണ്ട്. അന്ന് ഞാൻ തലശ്ശേരിയിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിൽ ഞാൻ തലശ്ശേരിയിലാണ് പഠിച്ചിരുന്നത്. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ സ്വാതന്ത്ര്യം കിട്ടി ഞാൻ തലശ്ശേരി 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടിയത്. തലശ്ശേരി ഏത് സ്കൂളിലായിരുന്നു? തലശ്ശേരി മാപ്പിള LP സ്കൂൾ എന്നിട്ടൊരു സ്കൂളുണ്ട് വാടിക്കല്. അവിടെയായിരുന്നു ഞാൻ പഠിച്ചത്. അവിടെ ഉപ്പാന്റെ ഫാമിലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ താമസിച്ചിട്ടാണ് പഠിച്ചത്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ അവിടെ പഠിച്ച്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ നല്ല യാതാലം പോകുന്ന സമയത്ത് മുസ്ലിം ലീഗ് വാതെ കോൺഗ്രസ് വാതെ ഇങ്ങനെ സമരത്തിന് ചെറിയ പ്രായത്തിലുള്ളതാണ്. അവർ ഓർമ്മയാണ്. സ്വാതന്ത്ര്യത്തിന് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയി ഇപ്പൊ ഓർമ്മയുണ്ട്. ലഡു തിന്നതും കൂട്ടി നോക്കിയതെല്ലാം ഓർമ്മ ഇപ്പൊ ഉണ്ടായിരുന്നു. ഈ ഗാന്ധിജി പയ്യന്നൂർ ഓർമ്മകൾ ആ ഓർമ്മയൊന്നുമില്ല. അതാണ് ഞാൻ തലശ്ശേരി ചെറിയ പ്രായമല്ലേ സ്കൂൾ പഠിക്കുന്ന സമയത്താണ്. അവിടുന്ന് ഞാൻ ഇരിക്കൂർ വന്നിട്ട് 5ാം ക്ലാസ്സിൽ ചേർന്നു. 1952 1952 മുതൽ 5ാം ക്ലാസ്സിൽ ചേർന്നിട്ട് അന്ന് ESSLC പരീക്ഷ 7ാം ക്ലാസ് കഴിഞ്ഞാല് ESSLC പൊതു പരീക്ഷ അത് പാസ്സായി. അത് പാസ്സായതിനു ശേഷം കൂടാളി ഹൈസ്കൂളിലാണ്. സ്കൂളൊന്നും ഇല്ല, ഹൈസ്കൂളൊന്നും ഇല്ല. കൂടാളി ഹൈസ്കൂളിലായിരുന്നു ഞാൻ പോയിട്ട് 4th ഫോം പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 5th ഫോം 6th ഫോം അതായത് SSLCക്കുള്ള 9ഉം 10ഉം ഞാൻ പഠിച്ചു കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിൽ വെച്ചിട്ട്. SSLC പരീക്ഷ പാസ്സായതിനു ശേഷം 1955 SSLC പാസ്സാവും. പാസ്സായതിനു ശേഷം ഞാൻ ഫാറൂഖ് കോളേജിൽ പോയിട്ട് അത് മദ്രാസ് മുതൽ മംഗലാപുരം വരെയുള്ള എല്ലാ കോളേജുകളും കേരള മദ്രാസ് യൂണിവേഴ്സിറ്റി. അപ്പൊ അന്ന് ബ്രണ്ടൻ കോളേജ്, പിന്നെ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ്, അന്ന് അറിയപ്പെടുന്ന കോളേജ് ഫാറൂഖ് കോളേജ് തുടങ്ങിയിട്ടുണ്ട്. അന്ന് കോളേജ് സമയത്ത് ആ സമയത്ത് പോയിട്ട് അവിടെ ഫാറൂഖ് കോളേജിൽ ഇന്റർമീഡിയറ്റ്, അന്ന് ഇന്റർമീഡിയറ്റ് ആണ്, അന്ന് പോകുമ്പോ ഇന്റർമീഡിയറ്റ് ആണ് 2 കൊല്ലത്തെ കോഴ്സ്. അത് അതിന്റെ അവസാനത്തെ ബാച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രീ ഡിഗ്രി വന്നത്. അന്ന് ഇന്റർമീഡിയറ്റ് അത് പൊതുപരീക്ഷയായിരുന്നു. അത് പാസ്സായതിനു ശേഷം ഞാൻ അവിടെ തന്നെ 2 കൊല്ലം കൂടെ BCom പഠിച്ചു ഫാറൂഖ് കോളേജിൽ. 4 കൊല്ലം ഫാറൂഖ് കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഫാറൂഖ് കോളേജ്, റസത്തുൽ അറബിക് കോളേജ് ഇതെല്ലാം നല്ലൊരു ക്യാമ്പസ് അല്ലായിരുന്നു. അന്ന് സ്കൂൾ കോളേജ് ഡേക്കും ഹോസ്റ്റൽ ഡേക്കും നാടകത്തിൽ അഭിനയിക്കലും ചെയ്യുമായിരുന്നു ഞാൻ. അപ്പൊ അന്ന് BCom കംപ്ലീറ്റ് ചെയ്തിരുന്നു? കംപ്ലീറ്റ് ചെയ്തിരുന്നു. അന്ന് എത്ര BComന്റെ എത്ര വർഷമായിരുന്നു അന്ന്?
അന്ന് 2 വർഷം 2 വർഷം ഇന്റർമീഡിയറ്റ് 2 വർഷം ഡിഗ്രിക്ക് 2 വർഷം 2 വർഷം ഇപ്പൊ 3 വർഷമാണല്ലോ. ഇപ്പൊ 3 വർഷം. പിന്നെ ഈ ഉച്ചക്കാലം പിന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഏത് രീതിയിൽ കോളേജ് വിട്ട് വന്നപാട് എന്റെ ഉപ്പ ടിമ്പറിന്റെ ബിസിനസ് ആയിരുന്നല്ല. അപ്പൊ കൂപ്പിന്ന് മരം മുറിക്കുക, വടവട്ടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, വടവട്ടന്ന് സെയിൽസ് ആക്കാം, ഇത് സോമിലെല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് സോവ് ചെയ്തിട്ട് മദ്രാസിലേക്കും ബോംബെയിലേക്കും അയക്കുന്ന കച്ചവടമായിരുന്നു. അപ്പൊ എന്റെ മൂത്ത ജ്യേഷ്ഠൻ പഠിച്ച ആദ്യം തലശ്ശേരിയിലായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ മുഹമ്മദ് രണ്ടാളും തലശ്ശേരി പഠിച്ചത് SSLC. പിന്നെ കായമാക്കി ഷാജിക്കാക്കി കാസർഗോഡ് മുസ്ലിം ഹൈസ്കൂളിൽ പോയി പഠിച്ച് മുഹമ്മദ് ഫറൂഖ് കോളേജിൽ തന്നെ MA ഡിഗ്രി എടുത്തതിന് ശേഷം BA ഡിഗ്രി എടുത്തതിന് ശേഷം അലിഗഡ് യൂണിവേഴ്സിറ്റി പോയിട്ട് MA പാസ്സായി. പക്ഷെ അതിന്റെ നേരെ ജ്യേഷ്ഠൻ മുഹമ്മദ് അതിന് ജ്യേഷ്ഠൻ മൊയ്തീൻ ഷാദി ഹാജി, അതിന് ശേഷം മൊയ്തീൻ, അതിന് ശേഷം അബ്ദുൽ ഖാദർ കായ്മ. അപ്പൊ അതിൽ മൊയ്തീൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ മരിച്ചു പോയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതിലിപ്പം ഞാൻ സലാമാജി മരിച്ച്, ഷാഹിജാജി മരിച്ചു, മൊയ്തീൻ മരിച്ചു, 3 മരിച്ചു, കായ്മാക്ക മരിച്ച് വെച്ച് ബാക്കി ആളിപ്പം 4 ഒരു പെണ്ണ് ബാക്കിയുള്ളൂ, ഒരു സിസ്റ്ററും ബാക്കി ഒരു സിസ്റ്ററും മരിച്ചു പോയിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നപ്പോ എന്നെ ഉപ്പ ഏൽപ്പിച്ച ജോലി ഉപ്പാന്റെ ബിസിനസ് സഹായിക്കാൻ വേണ്ടിട്ട് ഫോറസ്റ്റിലേക്കായിരുന്നു. കൂപ്പിൽ മരം മുറിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക, അവിടുത്തെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഏർപ്പാട് ചെയ്യുക. ആ ജോലി സഹകരിക്കാനാണ് ഞാൻ ആദ്യം പോയത്. ആ തോടെ ഉപ്പ മരിക്കുന്നവരെ കൂപ്പുണ്ടായിരുന്നു, ഫോറസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ഫോറസ്റ്റ് നാഷണലൈസേഷൻ കൂപ്പിൽ അവിടെയാണ് തീർന്ന് ഗവൺമെന്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു അന്ന്. ഗവൺമെന്റിന് ലേലത്തിൽ വെക്കും. ലേലത്തിൽ വെച്ചാൽ ലേലത്തിൽ നമ്മൾ പിടിച്ചെടുത്തിട്ട് മരം ട്രാൻസ്പോർട്ട് ചെയ്യും. ലേലം ഗവൺമെന്റ് നിർത്തി, ഗവൺമെന്റ് നേരിട്ട് നോക്കി ഡിപ്പോയിലേക്ക് അവരെന്നെ സപ്ലൈ ചെയ്ത് ഇത് വന്നു. അപ്പൊ ആ ബിസിനസ് ചെറിയ ഡിമിനിഷൻ വന്ന്, കുറവ് വന്ന്. ആ സമയത്ത് തന്നെ ഞാൻ എസ്റ്റേറ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഇരിക്കൂർ ഏരിയയിൽ റബ്ബർ പ്ലാന്റ് ചെയ്തത് നമ്മുടെ ഫാദറാണ്. പാശായിൽ 100 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ആ 100 ഏക്കർ സ്ഥലത്ത് റബ്ബർ വെച്ച് അന്ന് പണിക്കാർക്ക് കൂലി 1.25 റുപ്യ, ആണുങ്ങൾക്ക് 75 പെണ്ണുങ്ങൾക്കാണ്. അത് അവര് ചൂടിയാട്, കുട്ടാവ്, കുഞ്ഞാഭാഗത്തുള്ള എല്ലാരും വന്നിട്ട് പണിക്കും. രാവിലെ 8 മണിക്ക് വൈകുന്നേരം പണിയെടുക്കും. അപ്പൊ 10, 50, 60 ആളിന്റെ അവർ കാഴ്ചക്ക് കൂലി കൊടുക്കലാണ്. അപ്പൊ അതിന്റെ മേൽനോട്ടും ബൈക്കറും കൂപ്പില പണിയായിരുന്നു എന്റേത് ഉണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇരിക്കൂർ അന്ന് നാട്ടിലെ അവസ്ഥ എന്ന് വെച്ചാല് സ്കൂളിൽ വെച്ചിട്ട് മതവിദ്യാഭ്യാസം പാടില്ല എന്നുള്ള നിയമം വന്നപ്പോ കമാലി സ്കൂൾ അയച്ചത് മദ്രസ നടത്തിയിരുന്നു മുമ്പ്. അത് മാറ്റി മദ്രസ മാത്രം തുടങ്ങി, റഹ്മാനിയ മദ്രസ എന്ന് പറഞ്ഞു. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ ഉപ്പ, സെക്രട്ടറി ഇബ്രാഹിം കുട്ടി എന്നത്. ഇത് ദർസ് മുമ്പേ നാട്ടിലുണ്ടായിരുന്നു, പഴയ പള്ളി ദർസായിട്ടുണ്ടായിരുന്നു. പള്ളിന്റെ ഭരണവും നാട്ടിന്റെ ഭരണവും കാരണന്മാരുടെ കീഴിലായിരുന്നു. 12 കാരണന്മാരുടെ കീഴിലാണ്. ഈ കമാലി, ഇപ്പോഴത്തെ കമാലിയ മദർസ AP സ്കൂൾ എന്ന് പറയുന്നത് ആദ്യം മദർസയായിരുന്നു. അല്ല, ആദ്യം ആയിപ്പുഴയായിരുന്നു. ആയിപ്പുഴയിൽ നുസ്രത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ സംഘം ഉണ്ടായിരുന്നു. അവരെന്താ മദ്രസ നടത്തിയത്, അവർ ഇരിക്കൂലേക്ക് മാറ്റിയതാണ്. അപ്പൊ ആ മദ്രസ സ്കൂളിൽ തന്നെ മദ്രസ നടന്നുകൊണ്ടാണ് കമാലിയ മദ്രസ എന്ന് പറയാൻ കാരണം. ആദ്യം സ്കൂൾ മദ്രസ രണ്ടും ഒന്നിച്ചിട്ടായിരുന്നു. പിന്നെ നാട്ടിൽ ചില ഊത്തുപള്ളികൾ ഉണ്ടാവും, ഓരോ മൊയിലാക്കന്മാരെ മദ്രസയായിട്ട് നടന്ന കമാലിയ മദ്രസയിലാണ് ആദ്യം. പിന്നെ അവിടെ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സ്വന്തമായിട്ട് മദ്രസ ഉണ്ടാക്കിയത്. അത് പള്ളി നാട്ടിന്റെ ഭരണം കാരണന്മാരുടെ കയ്യിലായിരുന്നു. അന്ന് ഇലക്ട്രിക് ഒന്നും ഇല്ലാതൊരു കടയായിരിക്കും. ഈ ഹൗദില് കിണറ്റിലെല്ലാം ഹൗദില് വെള്ളം തന്നും കോരി വലിച്ച് വയറില്ലാതെ ഹൗദില് പള്ളിയിലെല്ലാം വിളക്ക് കത്തിക്കലായിരുന്നു. അപ്പൊ നമ്മുടെ പേർക്ക് ആദ്യം നമ്മൾ ജനറേറ്റർ വെച്ചിട്ട് നമ്മൾ ഇപ്പ കറണ്ട് ആക്കിയത്. പിന്നെ ഏത് വർഷം ഓർമ്മ ഉണ്ടോ? 1952, 53 ആ കാലഘട്ടത്തിൽ. എന്നിട്ട് പിന്നെ ഇരിക്കൂർ കറണ്ട് വന്നപ്പോ ആദ്യത്തെ കണക്ഷൻ നമ്മളെ വീട്ടിലായിരുന്നു. കറണ്ടൊക്കെ വീട്ടിലായിരുന്നു. 1-ാം നമ്പറത്തെ കൺസ്യൂമർ കൺസേൺ. അപ്പൊ എന്റെ അന്ന് പഠിച്ചിരുന്ന സ്നേഹിതന്മാരായിരുന്നു CB കമാലാജി, BC കാസ്മി, AT അബ്ദുള്ള, ഇങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ. ഞാൻ ഒന്നിച്ച് വൈകുന്നേരം നോമ്പതിലെ പള്ളിയിൽ പോകും, നിസ്കരിക്കുക, ഇതാക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ നമ്മളെ പുരക്ക് കറണ്ട് ആയപ്പോൾ നമ്മൾ പള്ളിയിലൊന്നും കറണ്ട് ഇല്ലാണ്ട് നിൽക്കുന്നത് ശരിയില്ല വെച്ചിട്ട് ആദ്യമായിട്ട് കൊല്ലം പള്ളിയിൽ കറണ്ട് ഉണ്ടാക്കി. ഞാൻ ഈ ഫ്രണ്ട്സിന്റെ കൂട്ടായ്മ, കമാലാജി, BC കാസ്മി, ഞാൻ കൂട്ടായ്മ കാരണന്മാരുടെ കീഴിൽ തന്നെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചിട്ട്
കൊരപ്പള്ളിയിൽ കറണ്ടാക്കി. അപ്പൊ പിന്നെ എല്ലാ പള്ളിയിലും ആക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ പള്ളിയിലും നമ്മുടെ ആ കൂട്ടായ്മ കറണ്ടാക്കി. ജുമാഅത്ത് പള്ളിയിലും പോയപ്പോ ചെറിയമ്മായിക്ക് പറഞ്ഞ അവിടെ മോട്ടർ വെക്കണം. അങ്ങനെയാണ് ഞാൻ 250 രൂപ തരും അന്ന് വലിയ പൈസ 250 രൂപ. അങ്ങനെ കാരണം ജുമാഅത്ത് പള്ളിയിൽ മോട്ടർ വെച്ച് എല്ലാ ഇലക്ട്രിഫിക്കേഷനും കഴിഞ്ഞ് സ്ത്രീകളെ സന്ദർശനം വെച്ച് പള്ളിയിൽ ആദ്യമായിട്ട് കറണ്ട് വരുന്നോ വിളിച്ചു കാണുന്നതല്ലേ, അവരെ കറണ്ടില്ലല്ലോ, പാനസും കത്തിച്ച് നടക്കുന്ന സമയമല്ലേ. അപ്പൊ അങ്ങനെ ആ കറണ്ട് ഇതെല്ലാം ആക്കിയപ്പോ പള്ളിയിലായി. അങ്ങനെ സാമൂഹ്യ രംഗത്ത് ആദ്യമായിട്ട് ഒന്ന് രംഗത്തിറങ്ങി. ഞാനിപ്പോ ഞാൻ കേട്ടത് ഇരിക്കൂറിൽ ആദ്യമായിട്ട് ഈ പള്ളിയിൽ വൈദ്യുതി പ്രകാശിച്ചത് ഇരിക്കൂർ വലിയ ജുമാഅത്ത് പള്ളിയിലാണെന്ന്. അല്ല, വലിയ ജുമാഅത്ത് പള്ളിയില്ല, ആദ്യം കൊരപ്പള്ളിയിലായിരുന്നു. കൊരപ്പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കാൻ പോക്ക്. അതുകൊണ്ട് ആദ്യം കൊരപ്പള്ളിയിലായിരുന്നു. പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള പള്ളികളിലും ജുമാഅത്ത് പള്ളിയിലാക്കിയത്. ജുമാഅത്ത് പള്ളിയിൽ വലിയ പള്ളിയാണല്ലോ, അപ്പൊ വലിയ പൈസ വേണം അതിന്. പിന്നെ മോട്ടർ വെക്കണം, അതെല്ലാം പൈസ വേണം. അപ്പൊ അതുകൊണ്ട് ഈ ആക്കിയത്. പക്ഷെ അതിന് ശേഷം സ്ത്രീകൾ സന്ദർശനം വെച്ച് അങ്ങനെ സാമൂഹ്യ രംഗത്തുള്ള ഒരു പ്രവർത്തന മേഖലയെ കടന്ന് തുടക്കം അവിടെ ആ കൂട്ടായ്മയിൽ നിന്നാണ് തുടക്കം തുടങ്ങിയത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ബികോം അന്നത്തെ കാലത്ത് 1955 മദ്രാസ് യൂണിവേഴ്സിറ്റിന്റെ കീഴില് പിന്നെ കേരള യൂണിവേഴ്സിറ്റി പിന്നെ അതല്ലേ അത് രൂപീകരണത്തിന് ശേഷം, കേരള രൂപീകരണത്തിന് ശേഷം ഞാൻ ചോദിക്കുന്നത്, ഇത്ര വലിയൊരു വിദ്യാഭ്യാസം അന്നത്തെ കമ്പയർ ചെയ്യുമ്പോ, അന്നത്തെ ബികോം എന്നെല്ലാം പറയുമ്പോ ഇന്നത്തെ വിദ്യാഭ്യാസം വെച്ച് നോക്കുമ്പോ പിന്നെ എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് മേഖലയിലേക്ക് പോകാൻ? അന്ന് ഗവൺമെന്റ് ജോലി പോണ കാര്യം ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പൊ കാരണം സ്വന്തം ബിസിനസ്സും കച്ചവടം ഉണ്ട്, തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതിനാ പോകുന്ന ചോദിച്ചിട്ട് അങ്ങനെ പിന്നെ അന്ന് ഗവൺമെന്റ് ജോലിക്കൊന്നും വലിയൊന്നും ഇല്ല, സ്കോപ്പെല്ലാം ഉണ്ട്. പക്ഷെ ആരായും താല്പര്യം എടുക്കല്ല. നമ്മള് ബിസിനസിന്റെ മൈൻഡിൽ അങ്ങോട്ട് പോയി, ഉപ്പാന്റെ പാരമ്പര്യത്തിൽ അങ്ങനെ പോയെന്നേ ഉള്ളൂ. ആരും ജോലിക്ക് പോയില്ല. അന്ന് എന്താ എനിക്കൊന്ന് ഈ ജോലിക്ക് നമ്മൾ AC മമ്മു AC ഇതെല്ലാം അവരിലാണ് ഗവൺമെന്റിന്റെ പോസ്റ്റ് ഓഫീസിൽ ഡിപ്പാർട്ട്മെന്റിൽ പോയിരുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ മാഷന്മാരായിട്ടുണ്ടായിരുന്നു. നമ്മളാരും അങ്ങനെ പോയിട്ടേ ഇല്ല, ഇതുവരെയും പോയിട്ടില്ല, ഒരു ജോലിക്കും പോയിട്ടില്ല. ഉപ്പാന്റെ ബിസിനസ് മക്കളെല്ലാം അതിനെക്കൊണ്ടു ഇന്നും ജീവിക്കുന്ന അതിനെക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇതാക്കുമ്പോ അന്ന് തന്നെ രാഷ്ട്രീയത്തിലും മുസ്ലിം ലീഗിലും ഇവിടെ പ്രവർത്തനമായിട്ട് വന്നു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യങ്ങൾ സാമൂഹികമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിൽ ഞാൻ മുസ്ലിം ലീഗിന്റേതായി പഞ്ചായത്ത് ഇലക്ഷൻ പ്രാവശ്യം മത്സരിച്ചിരുന്നു. 5 സ്ഥലമായിട്ട് മത്സരിച്ചിരുന്നു. ഓർമ്മയില്ല. ആ കൊല്ലം ഞാൻ ജയിച്ചു. പിന്നെ മുസ്ലിം ലീഗിന്റെ തന്നെ വിമതനായിട്ട് ലീഗിന്റെ KBC തോൽപ്പിച്ചിട്ട് അമ്മദത്തെ ജയിപ്പിച്ച് അമ്മദത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി. അങ്ങനെയെല്ലാം കുറച്ച് കളിയെല്ലാം കളിച്ചിരുന്നു രാഷ്ട്രീയത്തില്. അങ്ങനെയെല്ലാം കൊണ്ട് ജില്ല അന്ന് കാസർഗോഡ് ജില്ലയും വയനാട് ജില്ലയുടെ നോർത്ത് ഭാഗവും കണ്ണൂർ കൂടി സംയുക്ത ജില്ലയായിരുന്നു. ആ ജില്ലയിൽ അന്ന് ഞാൻ ജില്ലേന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. K സാഹിബ് സെക്രട്ടറിയും ഷംനാട് സാഹിബ് പ്രസിഡന്റ് ഇലക്ടറൽ കമ്മിറ്റിയിൽ ഞാൻ സെക്രട്ടറി. പിന്നെ തലപ്പറമ്പ് താലൂക്ക് അന്ന് തലപ്പറമ്പ് താലൂക്ക് KB മുഹമ്മദ് കുഞ്ഞ് വന്ന് എന്നെ ഒന്നിച്ച് പലർക്കൊള്ളി പഠിച്ചു. വന്നെ എന്റെ ലീഗിന്റെ കൂട്ടാളി. ആമകുട്ടി വീട്ടെല്ലാം പെൻഷൻ വാങ്ങുന്നതിലും രോഗികൾ ശുശ്രൂഷിക്കുന്നതിലും അതിന് ഏറ്റവും നന്നായി പ്രവർത്തിച്ചാണ് ആമകുട്ടി. AC മേമി എന്ന് കേൾക്കുന്നത് മരിച്ചിട്ടുണ്ടാവും. ആമകുട്ടി അത് നല്ല സൈലന്റ് പ്രവർത്തന ആമകുട്ടി. ഞാൻ ഇങ്ങനെ കേട്ടത് ഇപ്പൊ ഉച്ചയൊക്കെ പറഞ്ഞു, അതായത് 1957-59 ഇടയിലാണ് നിങ്ങൾ ബികോം പാസ്സാന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് 7ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു അധ്യാപകനാകാൻ പറ്റുന്ന അധ്യാപകനാക്കാൻ പറ്റും. 7ാം ക്ലാസ് ആണ് ESSLC പരീക്ഷ എന്ന് പറയും. അത് പരീക്ഷ കഴിഞ്ഞാല് അധ്യാപകന്റെ ട്രെയിനിങ്ങിന് പോവാ. അബ്ദുൽ മാഷൽ അങ്ങനെയാ പോയിരിക്കുന്നത്. അബ്ദുൽ മാഷൽ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂൾ പഠിച്ച് പിന്നെ കോളേജിൽ പോയിട്ട് പഠിച്ച്. അന്നത്തെ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ വിദ്യാഭ്യാസം കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഏത് രീതിയിലാണ് കാണുന്നത്? അന്ന് ഒരു പഴയ അതിനെ കൊണ്ട് പ്രയോജനമില്ലാതെ വിദ്യാർത്ഥികൾ ക്ലർക്കാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സംവിധാനം എനിക്ക് തോന്നുന്നു. കുറച്ച് ഹിസ്റ്ററി പഠി പഴയ ചന്ദ്രബാലനും മറ്റേ മുഗൾ പഴയ ചരിത്രം രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചിട്ട് എന്ത് കാര്യമായിട്ട് യുദ്ധവും അന്ന് നമ്മൾ ക്ലറിക്കലാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വിദ്യാഭ്യാസം. ഇന്നിപ്പോ അതിൽ മാറ്റം വന്നു. ഇന്ന് ചെറിയ കുട്ടികൾക്ക് നല്ല നോളേജ് ഉണ്ട്. നമ്മളിപ്പോ ഇന്ന് ഒന്നും അറിഞ്ഞൂടാതാണ്, ഇപ്പൊ അതിന് അറിഞ്ഞൂടാതാണ് നമ്മളെല്ലാം മാറി. ഇന്നത്തെ ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഫോണ് നോക്കാൻ തന്നെ നമുക്കൊന്നും ശരിക്കും മനസ്സിലാവില്ല. കുട്ടികളത് നോക്കുന്നതാണ്. എന്തെങ്കിലും ചെയ്യാൻ ഗൂഗിൾ പേ ആക്കണമെങ്കിൽ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് കഴിയില്ല.
അപ്പൊ അന്നത്തെ വിദ്യാഭ്യാസം ഇന്നത്തെ വിദ്യാഭ്യാസം വലിയ മാറ്റമുണ്ട്. ടെക്നിക്കലായിട്ടും നല്ല പുരോഗതി ഇന്നത്തെ കാലത്തുണ്ട്. ധാർമ്മികമായിട്ട് ഇന്ന് വളരെ മോശമാണ്. അതാണ് ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ധാർമ്മിക മൂല്യച്യുതി ധാരാളം ഉണ്ട്. അന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങളെ സ്ത്രീകൾ ഉണ്ടോ? ഞാൻ ഫറൂഖ് കോളേജ് പോയ കേസ് ബാച്ചിലേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, സ്ത്രീകൾ ഉണ്ടായിട്ടില്ല അന്ന്. പിന്നെ അവിടെ സ്ത്രീകൾ വന്നു, ഇപ്പൊ സ്ത്രീകളുണ്ട്. മുസ്ലിം സ്ത്രീകൾ അത് സർസൈദ് കോളേജ്, അതായത് ഞാൻ സർസൈദ് കോളേജിന്റെ ചരിത്രം. അന്ന് ഞാൻ കോളേജിൽ നിന്ന് വിട്ടു വന്ന പാടാന്ന് അവിടെ മുസ്ലിം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണമെന്ന് ജസ്റ്റിസ് വി ഖാലിദ് സാഹിബ് നമ്മളെ കായ്മാക്കവരെല്ലാം കൂടിയിട്ട് MA ഉണ്ടാക്കിയത് മുസ്ലിം എഡ്യൂക്കേഷൻ കമ്മിറ്റി. അവർ ആദ്യത്തെ ലക്ഷ്യം സ്കോളർഷിപ്പ് കൊടുക്കലേ. നമ്മൾ ഇതെല്ലാം വന്നിട്ട് നമ്മളെല്ലാം വിൽക്കാനായിട്ട് വന്നിട്ട് ഇതാക്കുക. പിന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് കോളേജ് തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ കോളേജ് പെൺകുട്ടികൾ കിട്ടാൻ വിഷമം. ഒരു കുട്ടിയാണ് ആദ്യം പെൺകുട്ടി. ഇന്നിപ്പോ 85% പെൺകുട്ടികളാണ്. 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. കായ്മാക്ക അതിൽ സജീവമായിട്ടുണ്ടായിരുന്നു കോളേജിന്റെ ഇതിൽ. ജസ്റ്റിസ് വി ഖാലിദ് സാഹിബ് അതിന് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അല്ല, അന്നത്തെ വിദ്യാഭ്യാസം അപേക്ഷിച്ച് നോക്കുമ്പോ അന്ന് പുരുഷന്മാർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനെക്കാട്ടി ഇന്ന് സ്ത്രീകൾക്ക് കൂടുതൽ കിട്ടുന്നത് അവരാ നന്നായി പഠിക്കുകയും ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് മീത്തലപ്പുഴയിൽ കുടുംബ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ റിസർച്ചിന് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. കായ്മാക്കായത് സജീവമായിട്ടുണ്ട്. ഇനിയിപ്പോ 3000 കുട്ടികളും കോളേജിലുണ്ട്. പിന്നെ അതിന് കീഴിൽ സെക്കൻഡറി സ്കൂളുണ്ട്, LP UP സ്കൂളുണ്ട്, ട്രെയിനിങ് കോളേജ് ഉണ്ട്. ട്രെയിനിങ് കോളേജിന്റെ വൈസ് ചെയർമാനാണ് ഞാനിപ്പോ. സർസീൽ കോളേജ് ട്രെയിനിങ് കോളേജിന്റെ ചെയർമാൻ. കായ്മാക്കായിരുന്നു കോളേജിന്റെ മാനേജ്മെന്റ് ഗവർണിംഗ് ചെയർമാൻ ആദ്യം, പ്രസിഡന്റ്. പിന്നെ അവസാനം പ്രസിഡന്റ് ആയിരുന്നു ഭരിക്കുമ്പോ. ദീർഘകാലം ഗവർണിംഗ് ബോഡി ചെയർമാൻ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാല് ഈ സാമൂഹിക പ്രവർത്തനം നടത്തി എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്നത്തെ തലമുറയായിട്ട് യോജിക്കുന്നില്ല. എന്റെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ. എന്റെ അഭിപ്രായം അവര് ഉൾക്കൊള്ളില്ല, അവരുടെ അഭിപ്രായം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം എന്നുള്ളവർക്കാണ്. അപ്പൊ എന്നാ ഞാൻ പറഞ്ഞു, പള്ളി വിഭാഗത്തെ മാത്രം പോലെ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനം വേണം എന്നുള്ള നിലക്കാണ് ഈ കിടപ്പ് രോഗികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം എന്നുള്ള ഇതുണ്ട്. ഇരിക്കൂർ പഞ്ചായത്തിൽ 68ഓളം കിടപ്പ് രോഗികളുണ്ട്. 260ഓളം ഭിന്നശേഷിക്കാരുണ്ട് ഇരിക്കൂർ പഞ്ചായത്തിലെ കണക്ക് പ്രകാരം. അവർക്ക് പല കട്ടിൽ വേണം, വീൽ ചെയർ വേണം, വാക്കർ വേണം എന്നുള്ള ചെറിയ മട്ടിൽ തുടങ്ങിയതാണ്. പിന്നെ അതെല്ലാം അൽഹംദുലില്ലാ ആവശ്യത്തിന് വീൽ ചെയറും വാക്കറും ഇതെല്ലാം സംഘടിപ്പിച്ചു. ഇതെല്ലാം കമ്മിറ്റി ആണെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നതിന് മേൽത്തൊന്നും വയ്ക്കുന്നതും അങ്ങനെ കൊടുക്കുന്നതല്ല. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കിടന്നാല് അവിടെ ഓക്സിജൻ കൊടുക്കും. ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോൾ ഓക്സിജന്റെ സൗകര്യം ഇല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ആക്കില്ല. ഡിസ്ചാർജ് ആക്കുമ്പോൾ പേഷ്യന്റ് ബില്ല് പേ ചെയ്യേണ്ടി വരും. പാവങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ഓക്സിജന്റെ സംവിധാനം വേണം വെച്ചിട്ട് ഓക്സിജൻ വന്നപ്പോ ഓരോരുത്തർ ഞാൻ വിളിച്ച് പറയും 40,000-45,000 വില ഉണ്ട് ഓക്സിജൻ കോൺസെൻട്രേഷന്. അങ്ങനെ ഇപ്പൊ 10 ഓക്സിജൻ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഒന്ന് 5 ലിറ്ററിന്റെ 10 ലിറ്ററിന്റെ ഉണ്ട്. അങ്ങനെ കൂടുതൽ ഫോഴ്സ് വേണം 10 ലിറ്റർ വേണം. അങ്ങനെ 15 ഓക്സിജൻ കോൺസെൻട്രേഷൻ നമ്മുടെ ഉണ്ട്. അതിങ്ങനെ രോഗികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 10-20 കട്ടിലും കിടക്കി ഉണ്ടാവും കൊടുക്കുന്നുണ്ട്. വീൽ ചെയറുണ്ട്, വാക്കറുണ്ട്, അതെല്ലാം ഉണ്ട്. അതിന് പുറമെ ഈ കാർബൺ അങ്ങോട്ട് വലിച്ചെടുക്കുന്നതിന് ബൈപ്പാപ്പ് എന്നിട്ട് ഒരു മെഷീനുണ്ട്. അങ്ങനത്തെ 50,000 രൂപ വിലയുണ്ട്. അങ്ങനത്തെ 2-3 അതും വാങ്ങി. ഇപ്പൊ സാധനം അൽഹംദുലില്ലാ ഫുള്ളായിട്ട് സെറ്റ് ഉണ്ട്. അപ്പോ ഇതില് എനിക്ക് ഒരു സാധനം കൊടുത്താൽ പോരാ, ഈ വീടുകളായിട്ട് നമുക്ക് സമ്പർക്കം പുലർത്താൻ ഉണ്ടാക്കണം. സഹകരണ ആളെ കിട്ടുന്നില്ല. വീട്ടിൽ ഒന്നിച്ചു പോകാൻ ഒറ്റക്ക് പോകാനില്ല. എനിക്കാണിപ്പോ ഡ്രൈവ് ചെയ്ത് പള്ളിയിൽ ഞാൻ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുമെങ്കിലും ഉള്ളോട്ടെല്ലാം പോകണമെങ്കിൽ ഡ്രൈവർ വേണം. അപ്പൊ അതിന് ഒരു സഹായത്തിന് ആളെ കിട്ടാതെ കൊണ്ടുള്ള ഒരു നിരാശയുള്ളൂ. പക്ഷെ അതിനിപ്പോ അൽഹംദുലില്ലാ ഇപ്പൊ മുസ്ലിമിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി 2 ബാനെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വീടുകളിൽ പോകുന്നുണ്ട്, പഞ്ചായത്തിന് പോകുന്നുണ്ട്. എത്ര മക്കളുണ്ട്? എനിക്ക് 4 ആണും 1 പെണ്ണും. അവരുടെ പേരുകൾ സാബർ ഞാൻ മൂത്തവനെ. അവന് ഡിഗ്രി എടുത്താണ്. അവന് മസ്കത്തിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തവൻ ജാബിർ. ഓൻ കല്യാണിച്ച് തലശ്ശേരിയാണ്. ഓൻ ഇപ്പൊ മസ്കത്തിൽ ഫാമിലി അടക്കം താമസിക്കുന്നു. ഓരോ മക്കളും മദ്രാസിനും ഒരുത്തർ ഡൽഹിയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ അൻവർ റിസർച്ച് ഡോക്ടർമാരെ കല്യാണം കഴിച്ചത്. നാട്ടിൽ തന്നെ ഇപ്പൊ ഉണ്ട്. മുമ്പ് പോയിരുന്നു. ഇപ്പൊ നാട്ടിൽ തന്നെ ഈ എക്സ്പോർട്ട് ചെയ്യാനാണ് തുണിയെല്ലാം.
പിന്നെ അതിന്റെ ലാസ്റ്റ് ഷെരീർ നട്ടിരുത്തനായിരുന്നു. ഓനെ ഹാഫിലാക്കി ആലിമാക്കി 8 കൊല്ലം 10 കൊല്ലം പഠിച്ചത് ആലിമാക്കി. ഓനെ വൈഫും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന കുട്ടി. അങ്ങനെ അവര് കണ്ണൂര് ഇഫ്ല മദ്രസയും സ്ത്രീകളെ ക്ലാസ്സെല്ലാം നടത്തിയിരുന്നു. അവസാനം കണ്ണൂർ നമ്മൾ ഇരിക്കൂർ വന്നപ്പോ ഇരിക്കൂർ നമ്മൾ തറവാട്ടില് തുടങ്ങി. പക്ഷെ ഇരിക്കൂർ പണ്ടത്ര കുട്ടികളെ കിട്ടാതെ കൊണ്ട് ഓനത് വിട്ടിട്ട് ഗൾഫിലേക്ക് പോയി. ഇപ്പം ഗൾഫിലെ ഓനോ പെൺമക്കള് ഒറ്റ ഒന്ന്. അതാണ് എന്റെ മരുവൻ തന്നെ കല്യാണം കഴിച്ചത്. റുബീന അവരുടെ പേര് റുബീന അല്ല, മരുവന്റെ പേര് അനീഫ. അപ്പൊ എത്ര പ്രായത്തിലും ഉച്ചകാക്ക ഇപ്പോഴും ഒരു യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പാണ്. മനസ്സുകൊണ്ടല്ല, ശരീരം കൊണ്ടും. ഞാനത് ചോദിക്കാൻ പോകുന്നതാണ്. ഇത്രയും പ്രായത്തിന്റെ ഇടയിൽ ഇന്നത്തെ ന്യൂ ജനറേഷനിലെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒരു 30-35 വയസ്സാകുമ്പോൾ തന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനെയുള്ള രോഗങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. എന്താണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം? ഒന്ന് വെളിപ്പെടുത്താൻ. ഒന്നും ചെയ്തൊന്നുമില്ല, പക്ഷെ മിതമായിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. എല്ലാ ഭക്ഷണവും കഴിക്കും, എല്ലാം കഴിക്കും. ഉപ്പും മധുരവും പുൻസിലും എല്ലാം കഴിക്കും, മുളകും എല്ലാം കഴിക്കും. എല്ലാം മിതമായിട്ടേ കഴിക്കുമെന്ന് മാത്രം. ഇടക്കിടക്ക് ഇങ്ങനെ കുറേശ്ശെ തിന്നുകൊടുക്കുന്നില്ല, ഒന്നിച്ചു തിന്നില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്താണ് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്? എന്താണ് ഈ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ? ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ഫുഡ് എല്ലാം ഒഴിവാക്കിയിട്ട് അവരവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ അത് കഴിക്കുന്നത് പ്രധാനമായിട്ട്. വേറെ ഒന്നും വേണ്ട. ഈ ഫാസ്റ്റ് ഫുഡിൽ എന്തെല്ലാം കൃത്രിമങ്ങൾ. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക എന്നതാണ് ഏറ്റവും ആരോഗ്യത്തിനുള്ള എന്നാണ് ഉച്ചകാക്കന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. രാത്രിയുള്ള താഴ്ച നിസ്കാരം ഇതെല്ലാം മനസ്സിന് സമാധാനം കിട്ടും. മനസ്സിന് ശേഷം ഏകാഗ്രതയോട് പള്ളിയിൽ ഇരുന്നിട്ട് ധ്യാനിക്കുക. താഴ്ചന്റെ സമയത്ത് പ്രാർത്ഥന, മനസ്സാന്നിധ്യം ഉണ്ടാവും, ടെൻഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ തന്നെ ഒരു ഒട്ടുമിക്ക രോഗങ്ങളെല്ലാം നമുക്ക് തടയപ്പെടാൻ പറ്റും. അല്ല, എനിക്ക് തോന്നുന്നു 10-90 വയസ്സിന്റെ ഇടയിലും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനത്തെ ഒരു അസുഖം പോലും തൊട്ട് തീണ്ടാത്തൊരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. അല്ല, അത് മനസ്സിലായി എത്രത്തോളം. ഏതായാലും ഉച്ചക്കാക്കന്റെ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു. ഇപ്പോ ഉച്ചക്കാക്ക പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവാക്കളോട് പ്രത്യേകിച്ചിട്ട് ഇപ്പൊ ഞാനടങ്ങുന്ന യുവാക്കളോട് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭക്ഷണ മിതത്വം, അതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. അതായത് മിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ശീലം. എല്ലാം ആഹാരം അദ്ദേഹം കഴിക്കാതെ, പക്ഷെ അത് മായം കലരാതെ സ്വയം ഇതുണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണം ശരിയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ രഹസ്യം എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞാനടങ്ങുന്ന യുവതലമുറ പിന്തുടരണം.